ക്രിസ്മസ് ധ്യാനം 9-ാം ദിവസം. മറിയത്തിന്റെ തിടുക്കം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്തത് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ലൂക്ക 1:39-45 വരെ. വചനത്തിനു മുന്നിൽ സ്വയം സമർപ്പിച്ച് വചനം അവളിൽ മാംസം ധരിച്ചപ്പോൾ എലിസബത്തിനെ സന്ദർശിക്കുന്നതിനായി മറിയം തിടുക്കത്തിൽ പുറപ്പെട്ടു. മറിയം തിടുക്കത്തിൽ പോയത് എന്തുകൊണ്ടാണ്? അവളുടെ തിടുക്കത്തിന് 3 പ്രധാന കാരണങ്ങളുണ്ട്. 1. സ്നാപക യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയുമെന്ന് ദൈവദൂതനിലൂടെ സക്കറിയായോട് ദൈവം മുൻകൂട്ടി അറിയിച്ചിരുന്നത് നിവർത്തിയാക്കാൻ. ലൂക്ക 1:15. പരിശുദ്ധാത്മാവ് അവളിൽ ജനിപ്പിച്ച തിടുക്കമാണിത്. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. ലൂക്കായുടെ സുവിശേഷ ദർശനത്തിൽ ഈ കുതിച്ചുചാട്ടം യേശുവിലൂടെ സമാഗതമായ രക്ഷയുടെ ആനന്ദത്തിൻ്റെയും ദൈവാത്മ നിറവിൻ്റെയും അടയാളമാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയുമെന്ന് ദൈവദൂതൻ സക്കറിയായ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നത് ഇവിടെ നിറവേറി. അവൾ തിടുക്കത്തിൽ പോകാനുള്ള 2ാമത്തെ കാരണം തൻ്റെ ഉദരത്തിൽ വളരുന്ന വചനമാകുന്ന സുവിശേഷവും അവനിൽ സമാഗതമാകുന്ന രക്ഷയുടെ ആനന്ദവും പങ്കുവയ്ക്കാനുള്ള തിടുക്കം. ഇതും പരിശുദ്ധാത്മാവ് ജനിപ്പിച്ച തിടുക്കമാണ്. 3. ദൈവം ചെയ്ത കാര്യങ്ങൾ പങ്കുവെച്ച് ദൈവത്തെ സ്തുതിക്കാനുള്ള തിടുക്കം. മറിയം സക്കറിയായുടെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്തും പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. മറിയവും എലിസബത്തും ദൈവത്തിന് സ്തോത്രഗീതം പാടി. രക്ഷയുടെ പുതുയുഗം സമാഗതമായി. നമുക്കും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് വചനത്തിനു മുമ്പിൽ സ്വയം സമർപ്പിച്ച് തൃപ്പാദത്തിലിരുന്ന് ധ്യാനിക്കാം. അങ്ങനെ അത്യുന്നതൻ്റെ ശക്തി നമ്മിലും വന്ന് ആവസിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ തിടുക്കം ദൈവം നമ്മിലും ജനിപ്പിക്കട്ടെ. പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ അടുക്കലെത്തിയപ്പോൾ എന്ന പോലെ നമ്മിലൂടെയും അനേകർ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകട്ടെ. രക്ഷയുടെ ആനന്ദത്തിൻ്റെ ഒരു നവയുഗം ഇന്ന് നമ്മുടെ ഇടയിലും സംജാതമാകട്ടെ. ആമേൻ.